ലേശമെങ്കിലും ഉടുപ്പുണ്ടെങ്കിൽ നീ പണിക്ക് പോകുമോ? ലേശമെങ്കിലും. എടാ സോഷ്യൽ പരമായിട്ട് നീ സംസാരിക്കുന്നതൊക്കെ നല്ലതാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാം. നീ ഒരാളെ മാത്രം, അതായത് നമ്മുടെ CM പോലും അറിയാത്ത CM-ന്റെ ആധുനിക ശത്രു എന്നൊക്കെ പറയാൻ പറ്റും. കാരണം ഇവന്റെ സോഷ്യൽ മീഡിയയിൽ ഇവൻ ഇടുന്ന വീഡിയോസ് എല്ലാം എടുത്ത് നോക്കി, പിണറായി അത് ചെയ്തത് കണ്ടോ, പിണറായി ഇത് ചെയ്തത് കണ്ടോ, പിണറായി അവിടെ ചെയ്ത് കണ്ടോ, പിണറായി ഇവിടെ ചെയ്ത് കണ്ടോ, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവന് വിശ്വസിക്കുന്ന, ഇവന്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കാണിച്ചത്. കാരണം പച്ചക്കള്ളം സോഷ്യൽ മീഡിയയിലൂടെ കാശ് മേടിച്ച് എന്ത് തന്തയില്ലായ്മയും പറഞ്ഞാൽ അത് വിശ്വസിക്കുമെന്നുള്ള ഒരു ചിന്താഗതി ഇവനുണ്ട്. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ചിന്താഗതി. കാരണം ഇവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കുടിവെള്ളം എന്നുള്ള പേരിൽ സാമാനം ഉണ്ടാക്കിയിട്ടേ കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലം നാണം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? പിണറായി വിജയന്റെ ഇവിടെ ഇത് അവിടെ എവിടെ എന്ത് അവിടെ മലം കിടന്നാ പോലെ ഓക്കെ, അതെല്ലാം നമുക്ക് സമ്മതിക്കാം, അതൊക്കെ തെറ്റാണെന്ന് പറയാം. ഈ കഴിഞ്ഞ ദിവസം അവനൊരു വീഡിയോ പ്രചരിപ്പിച്ചു. ഇത് ഏതാ സ്ഥലം, ഏതാ കഴക്കൂട്ടം മണ്ഡലം? പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഇതൊക്കെയാണ് ഒരു ഇൻട്രോ സീൻ എന്ന് പറയുന്നത്. അതായത് ആ ചേട്ടന് വീടില്ല എന്ന് പറഞ്ഞോളൂ, പക്ഷേ അതിന് ബദലായിട്ട് ഒരു വ്യക്തി, ഒരു ചേച്ചി ചെന്നിട്ട് ആ ഒരു വീഡിയോ ആ കുടുംബത്തിനെ നേരിട്ട് പോയി കണ്ടപ്പോൾ ആ കുടുംബം പറയുന്നൊന്ന് കേട്ടു നോക്കി. അത് എഴുതി കൊടുത്തപ്പോൾ 3 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് അരിപ്പാറയുടെ കിട്ടിയത് അരിയിട്ടുണ്ട്. അവരെല്ലാം സമ്മതിച്ച് ഇത് വീഡിയോ ചെയ്യിപ്പിച്ചതാണെന്നും കാശിന് വേണ്ടിയാണെന്നും എല്ലാം അവർ സമ്മതിച്ചു. ഇനി അവരാവണമെന്നില്ല, അവൻ തന്നെ സമ്മതിക്കില്ല. ഈ മല്ലു പോയി എന്ന് പറയുന്ന ഇത്രയും നെറികെട്ട, നല്ല സോഷ്യൽ പരമായിട്ട് നല്ല രീതിക്ക് നെറികെട്ട ഒരുത്തനാണെന്ന് അവൻ പ്രൂവ് ചെയ്ത് അവൻ തന്നെ തെളിയിച്ച് ഈ ഒരു വോയിസ് നിങ്ങൾക്ക് കേട്ട, അവന്റെ വോയിസ് തന്നെ കേട്ട മനസ്സിലാവും. പേയ്മെന്റ് ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കേണ്ട പേയ്മെന്റ്, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യത്തുള്ളൂ. 20-25 ഞാൻ കണ്ണൂരൊക്കെ പോയി പിടിക്കപ്പെടില്ല. കാരണം അത്രയും കാശ് കൊടുക്കണേ. കാരണം BJPക്ക് വേണ്ടി കുറച്ചൊക്കെ അവൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അവൻ അത്ര എഫക്റ്റീവിലൊക്കെയാണ് വീഡിയോ ചെയ്യുള്ളൂ. മറ്റാണ് നിന്നെ പോലെ പൊട്ടന്മാരാണ് ഈ നാട്ടിൽ, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും എന്ന് വിചാരിച്ചത് നിന്റെ തെറ്റ്. പിന്നെ നീ ചെയ്ത വീഡിയോയില് നീ പറഞ്ഞ പോലെ എല്ലാവരും എഫക്ട് ചെയ്ത് വിശ്വസിച്ചെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിനക്ക് നിന്റെ വീഡിയോക്ക് നിനക്ക് കാശുണ്ടാക്കാം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു ചവിട്ടിക്കുത്ത് സംഭവമാണ്. അതിന്റെ മുകളിൽ കൂടെ ഇതിലും വലിയ തെണ്ടിത്തരം കാണിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. നല്ലൊരു പക്ക എന്താ പറയാ, ഇവനെതിരായിട്ട് ലീഗലി മൂവ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ലീഗലി നല്ല രീതിക്ക് മൂവ് ചെയ്യണം. ഇതേപോലെ ഈ നമ്മുടെ ഇലക്ഷൻ അടുത്ത് വെക്കുമ്പോൾ ഇതുപോലുള്ള മോശമായ പ്രചരണം, അതായത് നടക്കാത്ത അല്ലെങ്കിൽ സംഭവിക്കാത്ത അല്ലെങ്കിൽ കള്ളമായ വ്യാജ പ്രചരണം ഇതുപോലെ അയച്ചു വിടുന്ന ഇവനെ പോലുള്ളവരുണ്ടല്ലോ, ഇത് അകത്തിട്ടോ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതുവരെ അകത്തിട്ടോ, അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇവൻ പറയുന്നതിൽ ഒരു വിഷയം പോലും നമുക്ക് വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ മാറ്റി പറയും, ഇങ്ങനെ വരെ മാറ്റി പറയണവനാ. അത് മനസ്സിലാക്കി. എന്തായാലും മോനെ കൊള്ളടാ.